നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുമായുള്ള അകൽച്ച അവരെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നതാണ്. ആദ്യം നമുക്ക് സ്പ്രെഡ് എടുക്കാം. 6 കാർഡുള്ളൊരു സ്പ്രെഡാണ് എടുക്കുന്നത്. നമുക്ക് സ്പ്രെഡ് എടുക്കാം. ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് സോർഡ്സ്, ദ ഹൈ പ്രീസ്റ്റസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ആദ്യ കാർഡ് ഏസ് ഓഫ് സോർഡ്സ് വളരെ വ്യക്തമായ ഒരു സന്ദേശം തരുന്നുണ്ട്. അവർക്ക് നല്ല വേദനയുണ്ട്, പക്ഷേ അത് അവർ മറയ്ക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുമായുള്ള അകൽച്ച അവരെ ആഴമായി വേദനിപ്പിക്കുന്നുണ്ട്, പക്ഷേ അവർ അത് സമ്മതിക്കാൻ മടിക്കുന്നു. കാരണം ഈ സത്യം അവർക്ക് വേദനാജനകമാണ്. നിങ്ങളെ ഓർത്ത് ഒറ്റയ്ക്ക് വിഷമിക്കുന്നു, പക്ഷേ പുറത്ത് ശക്തനായി നിൽക്കാൻ ശ്രമിക്കുന്നു. സെക്കൻഡ് വന്ന കാർഡ് ഹൈ പ്രീസ്റ്റസ് ആണ്. ഇവിടെ ആഴമായ ഒരു സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. അവർക്ക് വേദനയുണ്ട്, പക്ഷേ അത് ആരും കാണാതെ ഒളിപ്പിക്കുന്നു. ഈ കാർഡ് പറയുന്നത് അവർ നിങ്ങളുമായുള്ള അകൽച്ചയെ പുറമെ കാണിക്കുന്നില്ലെങ്കിലും അകത്ത് അതൊരു വലിയ വേദനയായി സൂക്ഷിക്കുന്നു എന്നാണ്. അവരുടെ ഉള്ളിൽ ഒരു നിശബ്ദ കരച്ചിൽ നടക്കുന്നുണ്ടെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡ് ഇവിടെ ഒരു ശക്തമായ സത്യം പറയുന്നു. അവർ വേദനിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് ആഴത്തിൽ വേദനിക്കുന്നുണ്ട്. അവർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ബിസിയാകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മനസ്സ് നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു. നിങ്ങളില്ലാത്തത് ഒരു വലിയ ശൂന്യതയായി അവശേഷിക്കുന്നതായി അവർ മനസ്സിലാക്കുന്നു. 4 ഓഫ് സോർഡ്സ് കാർഡാണ് പിന്നീട് നമുക്ക് ലഭിച്ചത്. ഇത് വിശ്രമം, ഏകാന്തത, മാനസിക ശാന്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആഴത്തിലുള്ള വിഷമത്തെയും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങളുമായുള്ള അകൽച്ച അവരെ ആഴമായി വേദനിപ്പിക്കുന്നു, പക്ഷേ അവർ അത് പുറത്ത് കാണിക്കുന്നില്ല. അവർ ഒറ്റയ്ക്ക് കിടന്ന് നിങ്ങളെ ഓർക്കുന്നു, വിഷമിക്കുന്നു, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല, കാരണം വേദന അവരെ തളർത്തിയിരിക്കുന്നു. നമുക്ക് കിട്ടിയ മറ്റൊരു കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾ ആണ്. ഈ കാർഡ് ഇവിടെ ഒരു ഉറച്ച വേദനയെ കാണിക്കുന്നു. നിങ്ങളുമായുള്ള അകൽച്ചയെ അവരെ വേദനിപ്പിക്കുന്നുണ്ട്, പക്ഷേ അത് കരച്ചിലല്ല, മറിച്ച് എന്താണ് തെറ്റുപറ്റിയത്, ആർക്കാണ് തെറ്റുപറ്റിയത് എന്ന ചോദ്യമാണ്. നിങ്ങളെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന് അവർ ചിന്തിക്കുന്നു. അവർ വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭാവം അവരെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. നമുക്ക് കിട്ടിയ 6ാമത്തെ കാർഡ് 7 ഓഫ് പെൻറ്റക്കിൾ ആണ്. നിങ്ങളുമായുള്ള അകൽച്ച അവരെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഈ കാർഡും പറയുന്നത്. അതേ എന്ന് തന്നെയാണ് ഈ കാർഡിൻ്റെയും ഉത്തരം. അവർ വേദനിക്കുന്നു. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളുമായുള്ള ബന്ധം പതുക്കെ സ്ഥിരമായി മുന്നോട്ട് പോകുന്നതിൻ്റെ സൂചനയാണ് ഈ കാർഡ് നൽകുന്നത്. ബോട്ടം കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ ആണ്. ഈ കാർഡ് പറയുന്നത് അവർ വേദനിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളോടൊപ്പം ഒരു ഭാവി കാണുന്നു. നിങ്ങളുമായുള്ള അകൽച്ച കാരണം അവർ അസ്വസ്ഥരാകുന്നു. അത് കാരണം അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അവർ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇതെല്ലാമാണ് ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിൽ നിന്ന് കിട്ടിയ ഗൈഡൻസുകൾ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: നിങ്ങളുമായുള്ള അകൽച്ച ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നത്. ഈ കാർഡുകളെല്ലാം തന്നെ പറയുന്നത് അവർ തീവ്രമായി ആഴത്തിൽ വേദനിക്കുന്നു എന്ന് തന്നെയാണ്. ഇതെല്ലാമാണ് ഇന്ന് കിട്ടിയ ഗൈഡൻസുകൾ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.